എൻ്റെ ഗാലറിയിൽ കുറേ ദിവസം കൊണ്ട് കിടക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പോൾ അതേ നെല്ലിക്കയാണ് കേട്ടോ. അപ്പം കുറച്ചധികം നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതെല്ലാം കൂടെ അതേ ഉപ്പിലിടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെല്ലിക്ക അച്ചാറിടുന്നതിനെ കാട്ടിയിട്ടും ഉപ്പിലിടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നെല്ലിക്കയിൽ നല്ലോണം കഴുകിയതിന് ശേഷം ഒരു വലിയ കുപ്പി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നുണ്ടേ. അതിനുശേഷം ഞാനാണെങ്കിൽ വിശന്നൊരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ കുറച്ച് ഗോതമ്പ് മാവ് ഉണ്ടായിരുന്നു, അതുപോലെ നല്ല പഴുത്ത ഏത്തയ്ക്കപ്പം. അത് രണ്ടും വെച്ചിട്ട് ഞാൻ ഈ ഒരു സാധനം ഉണ്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഏകദേശം ഒരു ഇഡലിയുടെയൊക്കെ ഒരു ടെക്സ്ചറാണ് സംഭവം. എന്തായാലും ടേസ്റ്റിൽ അടിപൊളിയാണ് കേട്ടോ. പുതിയൊരു പരീക്ഷണമാണ്, എന്തായാലും പാളി പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് പൈനാപ്പിൾ എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. അങ്ങനെ അതും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചെറിയ പൈനാപ്പിൾ ആണെങ്കിലും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടിയിട്ടും വീട്ടിലെ പൈനാപ്പിളാണ് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ പൈനാപ്പിൾ എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതായത് നമുക്ക് നടാൻ പറ്റുന്ന ആ ഒരു തൈ, അതെല്ലാം കൂടെ ഈ ഒരു കൊട്ടയ്ക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് സമയം കിട്ടുമ്പം നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.